കുട്ടി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ പറഞ്ഞത് ശരിയല്ല. അവിടെ ഗോപാലനൊക്കെ അത് തന്നെ പറഞ്ഞെന്നെ കളിയാക്കണം. കളിയാക്ക്? എന്ത് പറഞ്ഞു? പറയൂ. നമ്മൾ തമ്മിൽ അടുപ്പാണെന്ന്. അവർക്കത് എത്ര പെട്ടെന്ന് മനസ്സിലായി? എന്താ നമുക്കത് മനസ്സിലാവാത്തെ? എനിക്കിഷ്ടാണ്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളെയാണ്. എന്തിനാ ഇപ്പൊ അങ്ങോട്ട് വന്നേ? വന്നാലെന്താ? കുട്ടി ആളെ കൊണ്ട് പറയിപ്പിച്ചടങ്ങും. എനിക്ക് പേടിയില്ല. കാപ്പി. കുറെ ദിവസമായിട്ട് മനസ്സമാധാനം എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. നെഞ്ചിനുള്ളിൽ ഒരു ബോംബ് വെച്ച പോലെയാ, അറിയോ? അത്ര വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ അങ്ങോട്ട് പറഞ്ഞേക്ക്. അതും ഇപ്പൊ പറ്റണില്ലല്ലോ. മാണിക്കം വിഴിയ പോലെയാ. ദഹിക്കണമില്ല, പുറത്തേക്കോട്ട് പോണില്ല. എന്നാ ഉള്ളിൽ നല്ല പ്രകാശം ഉണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. കുട്ടി എന്ത് കണ്ടിട്ടാ എന്നെ ഇങ്ങനെ? ഈ മോശടിത്തരം, പിന്നെ ഈ കൗമാരപ്രായം, ഈ മനസ്സ്. ആ മരത്തിന്റെ തണലില് എന്താ സുഖമെന്നറിയോ? ഒരല്ലിലും അറിയില്ല, വിഷമം അറിയില്ല. എനിക്കത് മതി. മോൾക്ക് അച്ഛന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അച്ഛൻ നിർബന്ധിക്കില്ല. പിന്നെ അവളെ കൊണ്ടുപോണം. ഇനി ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. കരയണ്ട. ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് കേൾക്കണം. എന്തിനാ കരയണേ? നമ്മളെ ഓർത്ത് എത്ര പേരാ ദുഃഖിക്കണേ. നമ്മളൊക്കെ മനുഷ്യരാ. ചിലപ്പോ തെറ്റ് പറ്റും, അറിഞ്ഞു അറിയാതെ. തെറ്റാണെന്ന് തോന്നുമ്പോ തിരുത്താൻ നോക്കുക. അത്രേ ചെയ്യാൻ പറ്റൂ. ഞാനെപ്പോഴും വരാൻ തയ്യാറാ. എന്നെ കൊണ്ടുപോകെ. എന്നിട്ട് ഒരു ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാന്റെ കൂടെ ഓരോന്നിനും ഓരോ യോഗണ്ട്, ചേർച്ചുണ്ട്. തെറ്റുപറ്റിയത് നമുക്കാ. അമ്മന്തോ കുട്ടി തന്നെയാ. തെറ്റുപറ്റും. ഞാനതാണോ? നന്ദികേടാ കാട്ടിയത്. ഇപ്പോ എനിക്ക് എന്നോട് ദേഷ്യം തോന്നാ. എനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല. നമ്മുടെ തെറ്റുകള് നമ്മളെക്കാൾ വേഗത്തിൽ മനസ്സിലാകും മറ്റുള്ളവർക്കാ. നമുക്കത് ഏറ്റവും അവസാനം മനസ്സിലാവൂ. ഇത് വാങ്ങ. ഇത് എന്റെ മനസ്സാണ്. ഇതിന്റെ എതളുകൾ കൊഴിഞ്ഞു പോവും, എന്റെ ജീവിതം പോലെ. പക്ഷേ ഈ ഓർമ്മ ഉണ്ടല്ലോ, അതുണ്ടാവണം അടുത്ത ജന്മത്തേക്ക്.